നിങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പറ, നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും പറ, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കാൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനാണ്, ശപിക്കപ്പെട്ടവനല്ല, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഇനി രോഗത്തിനോ രോഗത്തിൻ്റെ ആത്മാവിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ തൊടാനോ അനുവാദമില്ല, എൻ്റെ മേൽ വസിക്കുവാൻ അനുവാദമില്ല. യേശുക്രിസ്തുവിൽ സകല ദാരിദ്ര്യവും നീക്കിയതുകൊണ്ട് ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദിവ്യാരോഗ്യത്തോടെ ഞാനും എൻ്റെ കുടുംബവും ഇരുന്ന് ഞങ്ങൾ ദൈവത്തെ സേവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എൻ്റെ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും, ഒന്നുകൂടെ പറ, ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പറയുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിഷേകം ചെറിയ അഭിഷേകമല്ല, വലിയ അഭിഷേകമാണ്. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പിന്നെയും നമുക്ക് വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാം. ഇന്നലകളിൽ കേട്ട അല്ലെങ്കിൽ ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വചനചിന്തയാണ്, വചനമല്ല. വചനം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. അപ്പോൾ വചനത്തിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ചിന്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചിന്ത എന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ ശരീരത്തിൽ പരിച്ഛേദന, പുതിയ നിയമത്തിൽ പരിച്ഛേദനയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മെ ആത്മാവിന്റെ പരിച്ഛേദന നിയമത്തിനകത്താണ്. അതുകൊണ്ട് ദൈവം എന്നെ വിടും. ആമേൻ. തീർച്ചയായും ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ കാണുവാൻ, വലിയ കാര്യങ്ങൾ, അതായത് ആത്മാവിൻ്റെ പരിച്ഛേദനയെപ്പറ്റി നമ്മൾ കേട്ടു. ഇന്ന് കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും, വൻ കാര്യങ്ങൾ. അപ്പോൾ ആ ആത്മാവിലുള്ള പരിച്ഛേദനയെപ്പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ ഭൂമിയിലുള്ള പരിച്ഛേദനയുണ്ട്, ദൈവത്താലുള്ള ആത്മാവിൻ്റെ പരിച്ഛേദനയുണ്ട്, പല വിധത്തിലുള്ള പരിച്ഛേദനയുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമുക്കിന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പിന്നെയും നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കേൾക്കാം. അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം നിങ്ങൾ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഇനി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് എത്ര ദിവസവും കൂടെ ഉണ്ടെന്ന് വല്ലതും കൗണ്ട് ചെയ്യുന്നുണ്ടോ? എത്ര ദിവസം കൂടി ഇനിയുണ്ട്? 19. ആമേൻ. ഇപ്പോഴേ എല്ലാവരും ലീവൊക്കെ എടുത്തോണം. വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, നിർബന്ധമില്ല, വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോഴേ തയ്യാറായിക്കോണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓരോ പട്ടണത്തിലും ചിലർ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ 3 സ്ഥലത്തും വന്നാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 സ്ഥലത്തോ 4 സ്ഥലത്തോ നിങ്ങൾക്ക് വരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങ് പോരുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച്. നമ്മൾ ഇന്ന് സൂമിലിരുന്നുകൊണ്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തലൊന്നും ആവശ്യമൊന്നും കാണത്തില്ല. എങ്കിലും നമുക്ക് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പട്ടണങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ ഇന്ന് കൈയൊക്കെ തട്ടി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിച്ചൊന്ന് റീഫ്രഷായി പുതിയൊരു ദൈവപ്രവൃത്തിയിലും അഭിഷേകത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കർത്താവ് വീട്ടിലിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ബ്രദറിനെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഞാൻ കാര്യം പറയാം, വന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ പ്രതിഫലം തരും. ദൈവം എന്തായാലും അതിന് നിങ്ങളെ നിറച്ചേ വിടത്തുള്ളൂ. അത് കർത്താവിലുള്ള ഉറപ്പാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെ പ്രാർത്ഥിക്കാം. നമുക്കിന്ന് അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. അതിനായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് പോകാം. അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്. ഫിലിപ്പിയർ 1-നെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. ആമേ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത്, ഇന്ന് മാത്രമല്ല, നമ്മുടെ ഈ സമയത്ത് മാത്രമല്ല, ഉച്ച മുതലേ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു കെസിയ എന്ന് പറയുന്ന ഒരു മോളുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഇന്ന് സൂമിലോ ലൈവിലോ കെസിയ എന്ന് പറയുന്ന മോളുള്ള ആരെങ്കിലും ഈ സൂമിലുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. ബ്രദർ, എന്റെ മോളുടെ പേര് കെസിയ എന്നാണ്.
ഇന്ന് കെസിയായ്ക്ക് വേണ്ടി ആ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഈ മീറ്റിൽ കേറുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ മോളുടെ പേരും കെസിയ എന്നാണ്. കെസിയ എന്നുള്ള മോളുള്ള ഒരു സെക്കൻഡ് മോളുള്ള കെസിയ എന്നുള്ള മോളുള്ള ഇപ്പൊ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ആരാ ഉള്ളത്? കെസിയ എന്നുള്ള മോളുള്ള ഇപ്പൊ പ്രാർത്ഥനയ്ക്കുള്ള എന്റെ ഉച്ച മുതൽ അല്ലല്ല ഇപ്പൊ ഞാൻ ചോദിച്ചതല്ല, ഇല്ല അങ്ങനെയല്ല, മോളുള്ള ആളാ പറഞ്ഞത്. ഇപ്പൊ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മോളുള്ള അതാരാ? ഇപ്പൊ സിസ്റ്ററാണ് പറഞ്ഞേ. എന്റെ മോളുടെ പേര് കെസിയ എന്നാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഉച്ച മുതൽ എനിക്ക് അറിയത്തില്ല കർത്താവ് ഇന്ന് കെസിയ എന്നുള്ള പേര് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഇന്ന് ഞാനിത് അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അന്യഭാഷയ്ക്കിടയിലും ആ മകളുടെ പേര് കയറി വന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് നിങ്ങളുള്ള പ്രവചന ആലോചനയും കൂടെ അന്യഭാഷയ്ക്കകത്ത് വെളിപ്പെടുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ വിഷയങ്ങളുടെ പലതിൻ്റെ മറുപടിയും കൂടെ അന്യഭാഷയ്ക്കകത്ത് വെളിപ്പെട്ട് വരും. നമ്മൾ ശ്രദ്ധിച്ചു വേണം. വെറുതെ ഇങ്ങനെ നിങ്ങൾ അന്യഭാഷ പറയരുത്. അന്യഭാഷയ്ക്കകത്ത് പ്രവചനവും കിടപ്പുണ്ട്, അന്യഭാഷയ്ക്കകത്ത് സൊല്യൂഷനുകളുണ്ട്, അന്യഭാഷയ്ക്കകത്ത് ദൈവം നമ്മോട് മറുപടി പറയുന്നുണ്ട്. സിസ്റ്ററെ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മോളുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ഇന്ന് ആ മോളെ മാത്രമല്ല കുടുംബത്തെയും ദൈവം തൊടാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ ഒരു വാക്ക് ദൈവം പറയുന്നത്, അഡ്രസ്സിൻ്റെ അകത്ത് പോലും ഒരു ചേഞ്ച് വരുത്തുന്ന രീതിയിൽ ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവശക്തിയുടെ വ്യാപാരം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഷീമോൻ എന്ന് മറുപേരുള്ളൊരു പത്രോസ് അവിടെ ഉണ്ടെന്ന് പറയുന്നത് അഡ്രസ്സുകൾക്കകത്തൊരു ചേഞ്ച്. എനിക്കറിയത്തില്ല കർത്താവ് അങ്ങനെ പറയുന്നത്. അഡ്രസ്സുകളെ പോലും ദൈവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു. ചെയ്യുന്ന മകളാണ്. തീർച്ചയായിട്ടും ആ മകളുടെ അഡ്രസ്സിനെ പോലും അറിയപ്പെടുന്ന രീതി, അതായത് ഷീമോൻ എന്ന മറുപേരുള്ള പത്രോസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർത്താവാണ് ആ പേര് മാറ്റിയത്. പിന്നീട് ദൈവം തന്നെ ആ പേര് ഉറപ്പിച്ചതുപോലെ തന്നെ ദൈവത്താൽ ഇന്ന് ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. വലിയ പ്ലാനുകൾ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. തുടക്കത്തിലെ ആ പ്രവചന ആലോചന കൈമാറിയതാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അതുപോലെ പ്രേരണ വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സാധാരണ ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം നിർബന്ധിച്ചാൽ വീണ്ടും നമുക്ക് കർത്താവ് നമ്മളെ ആലോചനയാൽ നിറയ്ക്കും. അവൻ ഇവിടെ വചനം പറയണം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ഈ പണ്ട് ഈ വാക്യം എടുത്തിട്ടുള്ളതാണ്. ഒരിക്കലും മനുഷ്യന് കഴിയാത്തൊരു കാര്യമുണ്ടെങ്കിൽ വിചാരപ്പെടാതിരിക്കാൻ. ഒന്നെങ്കിൽ നമ്മൾ വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഉറങ്ങണം അല്ലെങ്കിൽ മരിക്കണം. ഈ രണ്ടവസ്ഥയിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മനുഷ്യന് വിചാരപ്പെടാതിരിക്കാൻ കഴിയത്തുള്ളൂ. വിചാരപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാട്ടുമലയാളം ഒന്ന് പറഞ്ഞു, വിചാരപ്പെടരുതെന്നുള്ളതിന്. ചിന്തിക്കരുത്. ആകുലത, നാളത്തെ പറ്റിയുള്ള ഒരു അനാവശ്യമായ ചിന്ത. അതെ, നമ്മൾ അനാവശ്യമായിട്ടുള്ള നാളെ പറ്റിയുള്ള ഭാരം അല്ലെങ്കിൽ ആകുല ചിന്തകൾ എന്നൊക്കെ വേണേൽ പറയാം, വിചാരങ്ങൾ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റിയും വിചാരപ്പെടരുത്. ടെൻഷൻ ഫ്രീ ആകുക. നടക്കാത്ത കാര്യം അല്ലേ? നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം പോലും നമ്മൾ വിചാരപ്പെടും, നമ്മൾ കറിക്കരിയുമ്പോഴും വിചാരപ്പെടും. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്കിങ്ങനെ ആകുല ഭാര ചിന്തകളാണ് ഈ വിചാരങ്ങൾ. ബൈബിൾ പറയുന്നു ഒന്നിനെക്കുറിച്ചും. അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോണം, ഒന്നിനെക്കുറിച്ചെന്ന് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറില്ലേ, വെറുതെ ആ കാര്യത്തെ ഓർത്ത് വിചാരപ്പെടണ്ട. അപ്പോൾ എപ്പോഴും മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അകത്തോ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അകത്തോ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാറുണ്ടല്ലേ, ദേ ആ വിഷയം ഓർത്ത് വെറുതെ വിചാരപ്പെടേണ്ട, ആ ഒരു വിഷയം. പക്ഷെ ദൈവം പറയുന്നു, ആത്മാവിൽ പൗലോസ്ലീഹ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിച്ച് ഒരു കാര്യത്തെ പറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടേണ്ട. എന്നിട്ട് പറയാണ്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷ എന്നതിന് യഥാർത്ഥത്തിൽ കൊടുത്തേക്കുന്നത് എനിക്കും പറഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുക എന്നൊരാശയമല്ല, ദൈവമേ തരണേ എന്നുള്ള വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും യാചകനല്ല. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തി കർത്താവിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അവകാശിയാണ്. ആമേൻ. അപ്പോൾ അവകാശി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, യാചിക്കേണ്ട കാര്യം. അവിടെ സപ്ലിക്കേഷൻ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ഒരു മീനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ അറിയിക്കുക.
ദൈവത്തോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബന്ധത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചില വർത്തമാനങ്ങളുണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ താഴേക്ക് വരുമ്പോൾ പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. ശ്രദ്ധിച്ച്, വിത്ത് താങ്ക്സ് ഗീവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മേഡ് നോ ആൻഡ് ടു ദ ഗോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ഒന്നിനെ പറ്റിയും ടെൻഷൻ വേണ്ട. നമ്മൾ പറഞ്ഞില്ല, നോ വറീസ്, ഒന്നിനെ പറ്റിയും ഭാരപ്പെടേണ്ട. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. എങ്ങനെ ചെയ്താലാണ് സമാധാനം കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എപ്പോഴാണ് കിട്ടുന്നറിയാവോ? നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല. പകരം എന്ത് ചെയ്യണം? ഈ വിചാരം വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഭാരം വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം ഈ ഭാരം വരും. അപ്പോൾ ഭാരം വരുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥനയാലും. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് രണ്ട് തരം പ്രാർത്ഥനയുണ്ട്. ആത്മാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ആ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രാർത്ഥിക്കുന്നത്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതുള്ളത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കർത്താവ്, എൻ്റെ കൊച്ചിൻ്റെ വിഷയം ശരിയാകണമേ. ഇതല്ല പ്രാർത്ഥന. ശ്രദ്ധിച്ച്, പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രേ വിത്ത് താങ്ക്സ് ആൻഡ് പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുത്തത്. എൻ്റെ അർത്ഥം എൻ്റെ ചിന്ത, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദൈവത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് വചനത്തിലാണ്. ഉദാഹരണം പറയാം, കൊച്ചുകളെക്കുറിച്ച് എങ്ങനെ ഇപ്പോൾ ബ്രദറെ, ഞങ്ങളിപ്പോൾ ഭാരപ്പെടുമ്പോൾ പിന്നെ എന്താ ബ്രദറെ പറയേണ്ടത്? ഭാരപ്പെടുമ്പം പറയേണ്ടത്, പിള്ളേരെ പറ്റിയുള്ള ആകുലത വരുമ്പം, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയും കാണും, അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും, ഞാനത് കേൾക്കും. ഇങ്ങനെയാണ് തലമുറയെപ്പറ്റി പ്രാർത്ഥിക്കേണ്ടത്. തലമുറ നന്നാകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, തലമുറയെ പറ്റിയുള്ള അറിവ്, ദൈവത്തിൽ എന്താണോ ഉള്ളത് അത് പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ, ഒത്തിരി ആവശ്യങ്ങൾക്കകത്ത് നിങ്ങൾ നിൽക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പോൾ എന്താ സ്തോത്രം? നമ്മൾ പഠിച്ചത് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഈ സ്തോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം? ആമേൻ, താങ്ക്സ് ഗീവിങ് അല്ലേ? താങ്ക്സ് ഗീവിങ്, ആമേൻ, തന്നതിന് നന്ദി. അപ്പം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ, ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. നോക്കിയേ, താങ്ക്സ് ഗീവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മേഡ് നോ ആൻഡ് ടു ഗോഡ്. അപ്പം ദൈവത്തോട് നമ്മൾ താങ്ക്സ് ഗീവിംഗ്, തന്നതിന് നന്ദിയെന്ന് പറഞ്ഞാൽ, അടുത്ത വാക്യം നോക്കി, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കിട്ടും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ സമാധാനം കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കത്തില്ല, ബ്രദർ ഞാൻ ഇത്രയും വചനം നേരം വിളിക്കുന്നോടം വരെ യൂട്യൂബിൽ കയറുന്ന ലോകത്തുള്ള സകല ബ്രദർമാരുടെയും വചനം കേട്ടിട്ടും എനിക്ക് സമാധാനമില്ല. അതിൻ്റെ കാര്യം മനസ്സിലായോ? നിങ്ങളിത് ചെയ്യാത്തത് കൊണ്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ അകത്തോട്ട് കയറുന്നില്ല. സമാധാനം വന്നാൽ എന്നാ ഗുണം എന്നറിയാവോ? സമാധാനം, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അത്ഭുതത്തിന് മുമ്പ് ദൈവം നമുക്ക് ആദ്യം തരുന്നതാണ് സമാധാനം. ഉദാഹരണം ഞാൻ പറയാം. യാക്കോബിൻ്റെ തല ഛേദിച്ചതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ലീഹായിനെ കൊല്ലേണ്ടതിന് അവർ എന്ത് ചെയ്തു? ചട്ടം കെട്ടി. ഹെരോദാവും റോമൻ ഗവൺമെൻറ്റും അവിടെയുള്ള യഹൂദന്മാരും എല്ലാം പ്ലാൻ ചെയ്തിട്ട് പത്രോസ് ലീഹായുടെ തല വെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ നോക്കുമ്പോൾ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ ഓടി ഒളിക്കുന്ന പത്രോസ് ലീഹ കൂർക്കം വലിച്ചു കൊണ്ടുകൊണ്ട് കാരാഗൃഹത്തിൽ കിടന്നുറങ്ങുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ പത്രോസ് ലീഹ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഈ വാർത്ത കേട്ടിട്ട് സഭ അവിടെ ഉണർന്നിരുന്ന് പേടിച്ചു പ്രാർത്ഥിക്കുക. ഇവിടെ പത്രോസ് ലീഹ കിടന്ന് ഉറങ്ങുക. എങ്ങനെ ഉറങ്ങാൻ പറ്റിയെന്നറിയാവോ? ദൈവപ്രവർത്തിക്ക് മുമ്പ് നിങ്ങളുടെ അകത്ത് ആദ്യം ദൈവം ഒരു സമാധാനം തരും. ശ്രദ്ധിച്ചോണം.
അല്ലെങ്കിൽ പത്രോസ്ലീഹായെ പോലെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും നാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. കാവലിന് ആൾ നിൽപ്പുണ്ട്. റോമൻ ഗവൺമെന്റ് ആണ്, ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ആളാണ്. യേശുക്രിസ്തുവിന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ കയറി പിടിച്ചപ്പം, കുത്തിന് കയറി പിടിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് 3 വട്ടം യേശുവിനെ പ്രാഗിയ മനുഷ്യനാണ് പത്രോസ്ലീഹ. ധൈര്യശാലി അല്ല കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയതിൻ്റെ കാരണം സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഉള്ളത്തിൽ വന്നു. സമാധാനം വരുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക. പക്ഷെ ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സമാധാനം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്നില്ല. നോക്കി, നമുക്ക് ഇതേ വാക്യം തന്നെ മത്തായിലേക്ക് ഒന്ന് പോകാം. 6-ാം വാക്യം നോക്കി. ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നോക്കിക്കേ, അവ നമ്മൾ ആകാശത്തിലെ പറവയെപ്പറ്റി യേശുക്രിസ്തു പറയാണ്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എൻ്റെ അർത്ഥം അവർക്ക് ബാങ്ക് ലോണില്ല, അവർക്ക് ചിട്ടിക്കാശില്ല, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരമില്ല, ഇതൊന്നും ഇല്ല അവർക്ക്. നമ്മൾ ഓർത്ത് എന്തുവാ, പക്ഷികൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. ബൈബിളിൽ യേശുക്രിസ്തു പറയാണ്, അവ എന്ത് ചെയ്യുന്നില്ല, ഒന്നിനെ പറ്റിയും വിചാരപ്പെടുന്നില്ല. നോക്കിക്കേ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, പക്ഷെ കറക്റ്റ് സമയത്ത് 3 നേരത്തേക്ക് അവർക്ക് ആഹാരം തരുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ടെന്ന് ബൈബിൾ പറയുക. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ആമേൻ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു വാക്യം കണ്ടോ, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരത്രേ. എപ്പോഴും ഞാൻ പറയാറില്ലേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ പിന്നെ കർത്താവ് ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കാൻ പോണം? പറ. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലേ പിന്നെ ദൈവം ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ദൈവത്തെ വിളിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ പിന്നെ ദൈവം ആർക്കു വേണ്ടിയാണ്, പിശാചിന് വേണ്ടിയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്? പറ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ആമേൻ. നിങ്ങൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ ഇതാണ് ഐ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡ് എന്ന് പൗലോസ് ലീഗ പറയാൻ കാരണം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഈ ഒരു ചടങ്ങ് പോലെ ഉണ്ട്, ഇങ്ങനെ ഓരോരുത്തർ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. ഓരോരുത്തർ പ്രാർത്ഥിച്ച് ഞാനങ്ങനെ ഇവരെന്തുവാ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു, കോട്ടയത്തു നിന്ന് വണ്ടി എടുത്താൽ പിന്നെ ഇടുക്കിയും കോഴിക്കോടും എല്ലാം കറങ്ങി വരുന്ന പോലെ ഇങ്ങനെ അത് പൊക്കോണ്ടേയിരിക്കും. ആർക്കും ഒന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് വ്യക്തമായൊരു അറിവ് വേണം. ഈ വചനം നോക്കിക്കേ, ആകാശത്തിലെ പറവ നോക്കുവിൻ, അവ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിൽ യേശു പറഞ്ഞ വാക്ക് നോക്കിയേ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവാണ് അവയെ പുലർത്തുന്നത്. നോക്കിക്കേ, നമ്മുടെ നാട്ടിലൂടെ പോകുന്ന കാക്കയും പൂച്ചയും കോഴി എല്ലാം നോക്കിയേ, ഇവയൊക്കെ എന്തേലും ടെൻഷൻ അടിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ എന്ത് കിട്ടും, ഉച്ചയ്ക്ക് എന്ത് കിട്ടും, വൈകുന്നേരം എന്തായിരിക്കും എൻ്റെ ജീവിതം, ഇത് വിചാരപ്പെടേണ്ട കാര്യമില്ല. അവയെ സ്വർഗസ്ഥനായ പിതാവ് പോറ്റി പുലർത്തുന്നുവെങ്കിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എത്ര അധികം ചെയ്യും. ആമേൻ. എന്നിട്ട് കർത്താവ് താഴത്തെ വാക്യത്തിലേക്ക് പറയുകയാണ്, നിങ്ങൾ 27-ാമത്തെ വാക്യത്തിൽ നോക്കി, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാനോ നിങ്ങളിൽ ആർക്കും കഴിയും. അപ്പോൾ വിചാരപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇന്ന് ടെൻഷൻ അടിച്ചതുകൊണ്ട് ആ വിഷയത്തിൻ്റെ അകത്ത് വല്ല മാറ്റം വന്നോ? ഒന്ന് പറഞ്ഞ്. ഭയങ്കര ടെൻഷൻ അടിച്ചു, ഒരു രാത്രി മൊത്തം ഉറങ്ങിയില്ല, വല്ലോ മാറ്റം വന്നു? കണ്ടോ? അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടും വലിയ മാറ്റം വരുന്നില്ല, വിചാരപ്പെട്ടിട്ടും ഒരു മാറ്റം വരുന്നില്ല. പിന്നെ എന്തിനാ വിചാരപ്പെടുന്നത്? അതാണ് ചോദിക്കുന്ന കർത്താവ്. നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല. അപ്പോൾ ഓർത്തോണം, ഞാനിങ്ങനെ വിചാരപ്പെട്ടുകൊണ്ട് എന്താ ഗുണം? ആ സമയത്ത് വല്ല കറിക്കരിയുവാണെങ്കിൽ ഉച്ചക്കത്തേക്ക് നമുക്കൊരു കറി ആകും. ആ വിചാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. വിചാരപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ശ്രദ്ധിച്ച്. അപ്പോൾ വിചാരം വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും വിചാരപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടെ നിങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നില്ല. പകരം നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ഇതിൻ്റെ രണ്ടിനെ വ്യത്യാസം നിങ്ങൾക്കറിയാവോ?
ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പഴയ നിയമത്തിലെ വാക്യം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഏലീശയുടെ അടുക്കലേക്കല്ല, രാജകൊട്ടാരത്തിലേക്ക് 2 സഹോദരിമാർ വന്നിട്ട് അവിടെ വലിയ ക്ഷാമമുണ്ടായി. ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് ആ രാജ്യം വലിയ നാശത്തിലേക്ക് പോവുക. സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നേണ്ട ഒരവസ്ഥയിലേക്ക് വന്ന ഒരു വലിയൊരു ക്ഷാമം ആ ദേശത്തുണ്ടായി. ഇത് കേട്ട രാജാവിന് വലിയ സങ്കടമുണ്ടായി. രാജാവ് ഉടനെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പ്രവാചകനെ വിളിക്കാൻ പറഞ്ഞു. ജീവൻ ഉണ്ടെങ്കിൽ, വലിയ വാക്കൊക്കെയാണ് രാജാവ് പറയുന്നത്, ഇന്ന് തന്നെ എനിക്കൊരു മറുപടി തരണം. ഉടനെ പ്രവാചകത്തിലേക്ക് ആളെ വിട്ടു. പ്രവാചകൻ തിരിച്ചു വന്നു. വലിയ പ്രശ്നം വന്നു. ആലോചിച്ച് ദേശത്ത് സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ദാരിദ്ര്യമുണ്ടായി, ക്ഷാമം വന്നു, ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് വെളി പറഞ്ഞിട്ടില്ല, ലോകത്തിൽ അത്രത്തോളം കഷ്ടം വന്നു. അപ്പം ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്ന സമയത്ത് അവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നാ ചെയ്യണം? ദൈവത്തിൻ്റെ ഒരു മറുപടി വന്നിട്ട്, നാളെ ഈ സമയത്ത് നീ അത്ഭുതം അവിടെ കാണും എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ട ഉടനെ അവിടെ രാജാവിൻ്റെ പടനായകനായ ഒരു മനുഷ്യൻ ഉള്ളത്തിൽ നിന്ന് പറയാൻ തുടങ്ങി, നാളെ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ പോലും നടക്കത്തില്ല. ബുദ്ധിയുള്ള പ്രവാചകനാണെങ്കിൽ കറക്റ്റല്ലേ? ദേശത്ത് ആഹാരമില്ലാതെ ജനം പട്ടിണി കിടക്കുമ്പോൾ നാളെ രാവിലെ 1 രാജാക്കന്മാർ 3:16 തന്നെയാണോ? ഞാൻ നോക്കട്ടെ വാക്യമേ. 1 രാജാക്കന്മാർ, നിങ്ങൾ വേഗത്തിൽ ഇങ്ങനെ വചനമൊക്കെ തപ്പിയെടുക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ചിലപ്പോൾ ഞാനിത് ഈ വാക്യം നോക്കാതെ ആയിരിക്കും വേർന്ന്, ഈ വാചനം ആയിരിക്കത്തില്ല. പക്ഷെ പെട്ടെന്ന് ഈ കണക്ഷനുകളെ കർത്താവ് തരുമ്പോൾ 1 രാജാക്കന്മാർ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഓടിപ്പോവാം. നിങ്ങൾ നോക്കി. അനന്തരം ഓക്കെ, ഈ വാക്യമല്ല, ഒരു മിനിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ മുതൽ നോക്കി. രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2 പിളർന്നു. ഒരു സെക്കൻഡ്, ഈ വാക്യമല്ല. ഓക്കെ, ആ വാക്യമല്ല, നോക്കി, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ആ പ്രവാചകനോട് പറയണം, നാളെ ഈ സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു നന്മ അവിടെ കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. ഒരു നിമിഷം കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷേ ദൈവസന്നിധിയിൽ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നാളെ ഈ സമയത്ത് അവിടെ നന്മയുണ്ടാകും. ഉടനെ പടനായകൻ പറഞ്ഞു, സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ പോലും ഒന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അകത്തൊരു വിചാരം വന്നില്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂടുന്നതുമില്ല, കുറയുന്നുമില്ല. വിചാരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സമാധാനം വന്നാൽ ഒരു ഗുണം ഞാൻ പറയാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ദൈവത്തിലുള്ളതിനെ കാണാനും കേൾക്കുവാനും കർത്താവിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിലുള്ള സമാധാനം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിലുള്ളത് കാണാനും കേൾക്കുവാനും കർത്താവിൽ നിങ്ങൾക്ക് ഇടപെടൽ ഉണ്ടാവും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഒന്നിനെ പറ്റിയും ഞാൻ വിചാരപ്പെടുന്നില്ലെന്ന് പറഞ്ഞാട്ടെ. ഒന്നിനെ പറ്റി ഞാൻ വിചാരപ്പെടുന്നില്ല. ആമേൻ. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞോളൂ തന്നെ, ഈ വിചാരപ്പെടാതിരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇനി എങ്ങനെയാണ് വിചാരപ്പെടാതിരിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അറിയിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ നിങ്ങൾ അറിയിക്കണം. അപ്പം നമ്മൾ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ദൈവസന്നിധിയിൽ ഓക്കെ, 2 രാജാക്കന്മാർ പുസ്തകം, ആ വാക്യം ഞാൻ എടുത്തേക്ക്. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലായിരുന്ന വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം നോക്കി. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഞാൻ സാഹചര്യം പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിലെ കിളിവാതിൽ ഉണ്ടായാലും ഈ കാര്യം സാധിക്കുമോ? അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ തിന്നുകയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കണം. ഒരാൾ ആ രാജാവിൻ്റെ പടനായകൻ ചോദിക്കുകയാണ്, ഇനി ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന നാളെ ഈ സമയത്ത് ഇത്രയും ക്ഷാമം നടക്കുമ്പോൾ,
ഇത്രേ ക്ഷാമം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പം പ്രവാചകൻ പറയുകയാണ്, കാര്യമൊക്കെ നടക്കും, പക്ഷേ ഇന്ന് നീ അത് പറഞ്ഞതുകൊണ്ട് നീ അത് കാണും, പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല. പലപ്പോഴും നിങ്ങൾ വിചാരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? പലതും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിൽ വേണം നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ വേണ്ടി. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടും. ഇവിടെ നിൽക്കട്ടെ ഈ വാക്യം, എല്ലാറ്റിലും നോക്കി, എല്ലാ കാര്യത്തിലും, അതാണ് എല്ലാറ്റിലും, പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും, അപേക്ഷ എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നൊരാശയമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കി, എല്ലാറ്റിലും എന്നുള്ള വാക്ക് ഇപ്പം മാറിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രയേ വേണ്ട. അപ്പോൾ സ്തോത്രം എന്ന വാക്കിൻ്റെയൊക്കെ ശക്തി കൊണ്ടോ? നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്വോത്രം പറഞ്ഞ് ചില കളിയാക്കത്തില്ലേ, സ്വോത്രം പറഞ്ഞിട്ട്, അതിൻ്റെയൊക്കെ വലിയ ശക്തി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, താങ്ക്സ് ഗീവിങ്, സ്തോത്രം പറഞ്ഞുകൊണ്ട്, കർത്താവ് വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്തതിന് സ്തോത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ വിഷയങ്ങളെ ആ സ്തോത്രം എന്ന വാക്കിലൂടെ അല്ലെങ്കിൽ താങ്ക്സ് ഗീവിങ്ങിലൂടെ ദൈവസന്നിധിയിലേക്ക് പാസ് ചെയ്ത് പോകുവാണ്. അപ്പോൾ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം തിരിച്ച്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാര്യം പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു റെസീപ്റ്റ് കിട്ടുമല്ലോ, ഒരു ബില്ല് കിട്ടുമല്ലോ. അതേപോലെ ഇതവിടെ ചെന്നു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ചാൽ തിരിച്ച് ദൈവം ഒരു സമാധാനം തരും. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നോക്കി, എന്നാൽ ആ വാക്ക് മറക്കല്ലേ, എന്നാലേ ഉള്ളൂ സകല ബുദ്ധിയും കവിയുന്ന സേവിക്കുക. അപ്പം ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ അകത്തിരുന്ന്, കടഭാരത്തിൻ്റെ അകത്തോ രോഗത്തിൻ്റെ അകത്തോ പ്രതിസന്ധിക്കകത്തോ ഇരുന്ന് ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ ഭാരം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ വചനം. പൗലോസ്ലീഹ പറഞ്ഞു, ആ വാക്യം പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രയോഗിക്കുന്ന റോമാലേഖനത്തിൽ അത് വാക്യം, ഞാൻ ആത്മാവ് കൊണ്ടും പാടും ഞാൻ ബുദ്ധി കൊണ്ടും പാടുമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിക്കണം. അവിടെ അപ്പോൾ എല്ലാറ്റിലും പ്രാർത്ഥിക്കണം. എന്തു വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വചനത്തെ ഒന്ന് യൂസ് ചെയ്യണം. ഉദാഹരണം പറയാം, വലിയൊരു പ്രതിസന്ധിക്കകത്തിരിക്കുക, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യഹോവ ഈരെ, ദൈവം കരുതും. അതൊരു വാക്കാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഓക്കെ, ഞാൻ ആ വാക്കിയെടുക്കാം. 14 രീതാ സൗകര്യ വാക്കിയിട്ടുണ്ട്. 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 15 വാക്യം, ആകയാൽ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. നോക്കി, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് പൗലോസ്ലീഹ. അപ്പോൾ 2 തരത്തിലെ പ്രാർത്ഥന നോക്കി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ആദ്യം പൗലോസ്ലീഹ പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് നോക്കിയാൽ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ 2 തരത്തിലെ പ്രാർത്ഥന അവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ഐ വിൽ പ്രേ വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഒന്ന് ബുദ്ധി കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് പ്രാർത്ഥിക്കും. നമുക്കറിയാം, അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള വാക്കിനെ നമുക്ക് അറിവുകളായിട്ട്, അല്ലേ? എന്താ നിങ്ങളുടെ അറിവ്? ആ അറിവൊന്ന് ഉപയോഗിക്കണം. വലിയ പ്രതികൂലത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ ഈ വിഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല വേണ്ടത്. ആ പ്രാർത്ഥന കോമൺ പ്രാർത്ഥനയാണ്. യേശുവിനെ അറിയാത്തവനും അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നോട് കനിവ് തോന്നണമേ. ഇത് എല്ലാവരും പ്രാർത്ഥിക്കുന്നതാ. നിങ്ങൾക്ക് എന്താ വ്യത്യസ്തത? നിങ്ങളുടെ വ്യത്യസ്തത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ പ്രേ വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് ഐ വിൽ പ്രേ വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് 2 തരം പ്രാർത്ഥനയുണ്ട്. ഈ 2 തരം പ്രാർത്ഥനയും വെച്ചുകൊണ്ടാണ് ഞാനിപ്പം യേശുവിനെ അറിയാത്തവർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത്. ആകാശത്തിലെ പറവയെ പോലെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആകാശത്തിലെ പറവ് പോലും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ആമേൻ. അപ്പോൾ എൻ്റെ പ്രാർത്ഥന വചനം, ആ സമയത്ത് എൻ്റെ അറിവ് എന്താണോ അത് പറയണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ശേഷം ഇവിടെ പറയുകയാണ്, നിങ്ങൾ നോക്കി ഫിലിപ്പിലേക്ക് വരുവാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്താ നിങ്ങളുടെ ആവശ്യം? നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം.
കർത്താവേ എനിക്കത് ആ വിഷയം തന്നതിന് നന്ദി. ഒരു 10-20 പ്രാവശ്യം ആ വഴി നിന്നുകൊണ്ട് ആ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് വീടിൻ്റെ അകത്ത് അടുക്കളയ്ക്കകത്താണെങ്കിൽ അടുക്കളയ്ക്കകത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു 10-20 പ്രാവശ്യം അങ്ങ് പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ദൈവം അവിടെ നിന്ന് റിസീപ്റ്റ് തരുന്നതാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. നമുക്ക് എപ്പോഴാണ് സമാധാനം കിട്ടുന്നറിയാവോ? ആ പ്രശ്നം തീരുമ്പോൾ അല്ല, ദൈവം ആ പ്രശ്നത്തിൻ്റെ അകത്തൊരു സമാധാനം തരും. ഇതാണ് ഒന്നാമത്തെ റിസീപ്റ്റ്. ദൈവം അത് കൈക്കൊണ്ടു എന്നതിൻ്റെ തെളിവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം തരും. ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം പുറകെ വരുന്നുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാൽ സമാധാനം കിട്ടിയാൽ ബാക്കി പുറകെ വരുന്നുണ്ടെന്ന് പറ. സമാധാനം കിട്ടിയ ബാക്കി പുറകെ വരുന്നുണ്ട്. ആമേൻ. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെൻഷൻ അടിക്കുമ്പോൾ മൊത്തം താളം തെറ്റും. ടെൻഷൻ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ രാവിലെ എണീറ്റ് ചെന്നപ്പോഴേക്കും നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന കാക്കയോ മൈനയോ എന്തു ആയിക്കോട്ടെ, പെട്ടെന്നൊരു ടെൻഷൻ. ദൈവമേ, ഇന്ന് എനിക്ക് വല്ലതും കിട്ടുമോ? ഒരു ടെൻഷൻ. അതിന് വല്ലതും കിട്ടാതിരിക്കണമെങ്കിൽ മനുഷ്യൻ വീട്ടിൽ കഞ്ഞി വെക്കാതിരിക്കണം. മനുഷ്യൻ കഞ്ഞി വെക്കാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാം മരിക്കണം. നമ്മളെല്ലാം മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആഹാരം കിട്ടാതിരിക്കത്തുള്ളൂ. അപ്പോൾ അവർക്കറിയാം മനുഷ്യനുള്ളിടത്തോളം കാലം എവിടെയെങ്കിലുമൊക്കെ ഒരു ചോറിൻ്റെ തരി ആ വഴി കിടപ്പുണ്ടായിരിക്കും, എന്തേലും കിടപ്പുണ്ട്. ഇനിയിപ്പോൾ മനുഷ്യനെ കണക്ട് ചെയ്യേണ്ട, വേറെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ അവയ്ക്കൊരു സോഴ്സ് ഉണ്ട്. കാക്കയ്ക്ക് ടെൻഷനില്ല. കാക്ക രാവിലെ എണീക്കുമ്പോഴേ കാണും നിങ്ങളുടെ വീടാണ്. നിങ്ങൾ അപ്പോഴേക്കും എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ രാവിലെ എണീറ്റ് ഉള്ളതെല്ലാം കൂടെ പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞ് അവിടെ എന്തെങ്കിലും കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ മാത്രമല്ല, എത്രയോ വീടുണ്ടല്ലേ, കോടിക്കണക്കിന് വീടുകളുണ്ടല്ലേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വീടുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. കാക്കയ്ക്ക് ഒരു ടെൻഷനുമില്ല. കാക്കയ്ക്ക് അറിയാം രാവിലെ എണീക്കുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. ആ പറമ്പിൽ എന്തെങ്കിലും ഉണ്ട്. കാര്യം അതിൻ്റെ സോഴ്സ് നിങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സകലത വിരിപ്പുണ്ട്. സകല നന്മയുടെ ഉറവിടം എൻ്റെ ദൈവം. അപ്പോൾ എനിക്ക് വേണ്ടി തമ്പുരാൻ ഇതെല്ലാം തുറന്നിട്ടിരിക്കുക. ഇങ്ങനെ ഒന്ന് ബലപ്പെട്ടെ. ദൈവവും ഞാനും തമ്മിൽ അന്യനല്ല, അതാ കുഴപ്പം. നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും ഇല്ലേ, നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾക്ക് കൂട്ടുകാരില്ലേ, ഇതേപോലെ ദൈവം ഉണ്ടെന്നേ നമുക്ക്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുക. ദൈവം ഉണ്ട് എനിക്ക്, ജീവനുള്ള ദൈവം എനിക്കുണ്ട്. അത് നമ്മളെ ചിന്തയെ മൊത്തം ദൈവം ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആർക്കറിയാം? ദൈവം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ദൈവം റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ദൈവം പറയുന്നത് പോലെ ചെയ്യ്. അത് നമ്മളിപ്പോൾ ദൈവം പറയാത്തതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞോ നിങ്ങൾ ദൈവസന്നിധിയിൽ തരണേ എന്ന് പറയാൻ വേണ്ടി പുതിയ നിയമത്തിൽ വന്നേക്കുന്ന യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തി എങ്ങനെ? ഇതാണ് പൗലോസ്ലീഹ വ്യക്തമായിട്ട്, ഇത് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയുടെ വെളിപ്പെടുത്തുവാണ്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞതിൽ ചോദിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. എന്നാൽ സകല ബുദ്ധിയും കവിന് ഇതുപോലെ ചെയ്താലേ ഉള്ളു കിട്ടത്തുള്ളൂ. ഇതാ കുഴപ്പം. നമുക്കിത് അറിയത്തില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാക്ക വന്നുകൊണ്ട് രാവിലെ വാതുക്കെ നിന്നുകൊണ്ട് വല്ലോം താ എന്ന് പറയുക. നിങ്ങൾ കാക്കയെ ഓടിച്ചുകൊണ്ടിരിക്കുക, പോ കാക്കയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തിനാ കാക്കയെ ഓടിക്കുന്നത് അറിയാവോ? കാക്കയെ നീ പോയി പുറകിൽ നോക്ക്. ആ പറമ്പിൽ കിടപ്പുണ്ട് നിനക്കുള്ളത്. നീ വന്ന് വാതിലെ തോക്കേണ്ട കാര്യമില്ല. നീ പോകേണ്ട വഴി പോകാതെ തെറ്റായ വഴി വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് യേശു പറയുന്നത്, ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, പക്ഷേ 3 നേരം ഒന്നിനും കുറവില്ലാതെ കാക്കയ്ക്ക് ഭക്ഷണമുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പേടിക്കണ്ട, എനിക്കുള്ളത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വലിയ കാര്യമാണെന്നല്ല. ഒരു കാര്യവുമില്ല, വലിയ കാര്യമല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ വിഷയങ്ങൾ എന്ത് നിസ്സാരമല്ലേ. പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ വന്ന് ഈ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ സാക്ഷ്യം പറയുമ്പം അന്ന് അവർ കരഞ്ഞ് കൂകി പറഞ്ഞ പല പ്രാർത്ഥനാ വിഷയങ്ങളും പിന്നീട് സന്തോഷത്തോടെ സാക്ഷ്യം പറയുമ്പോൾ അവരനുഭവിച്ച ആ ഭാരം ദൈവം വിട്ടു മാറ്റിയിരിക്കുന്നവരെ. ആമേൻ. അപ്പം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ ദിവസങ്ങളിൽ ഭാരം വരുമ്പോൾ ഓർത്തോണം, ദൈവമുണ്ട്. ഇതാണ് ദൈവമായിട്ടൊരു ബന്ധം പറഞ്ഞത്. നമുക്ക് ദൈവമായിട്ട് ബന്ധം കുറവാണ്.
നമുക്കൊരു വായ്പ മേടിക്കാൻ വേണ്ടിയുള്ള സുഹൃത്ത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആകെ 2 പ്രാവശ്യം വർത്താനം പറഞ്ഞ ഒരു കൂട്ടുകാരനോടോ ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾ ഒരു 500 രൂപ വായ്പ ചോദിക്കുമോ? പറഞ്ഞു ഒന്ന്. ഇല്ല. നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ഏറ്റവും അടുത്ത സുഹൃത്തിനോട്. ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് നമ്മളെല്ലാം ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ വായ്പ മേടിക്കത്തില്ലെന്ന് വചനം പറഞ്ഞിട്ട് പിന്നെ വായ്പ മേടിച്ചുകൊണ്ടിരിക്കുകയാണോ? കേട്ടെ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിട്ടല്ലേ നമുക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധമാണ് ഈ വിചാരത്തെ കുറയ്ക്കുന്നത്. ആരോ പറഞ്ഞു തന്ന ദൈവത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടില്ല, ദൈവം ഒരു വഴി തുറക്കും, എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പ്രശ്നം വരുമ്പം ഈ വാക്ക് കയറി വരും. അതാണ് യഹോവ ഈര, ദൈവം കരുതുമെന്ന് പറയുന്നത്. ഒരു പരിഹാരം ദൈവത്തിലുണ്ട്, ഒരു മറുപടി ദൈവത്തിലുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തിൽ ബലപ്പെടുന്നവരാകണം, കർത്താവിൽ ഈ ശക്തിപ്പെടുന്നവരാകണം. എന്നെ നമ്മുടെ ഈ പ്രയർ റിക്വസ്റ്റിലൊക്കെ പലരും വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒട്ടുമുക്കാലും ആളുകൾ വിളിക്കുന്നവരെല്ലാം ഞാൻ അവരോട് ചിലപ്പോൾ തിരക്കിലാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങളെനിക്കൊരു വോയിസ് റെക്കോർഡ് അയക്ക്. അപ്പം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലോ മറ്റു കാര്യത്തിലോ എന്തെങ്കിലും ഡ്യൂട്ടി എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയും, ഒന്ന് വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചേക്കോ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും, വിളിക്കും. അപ്പോഴും ഞാൻ മെസ്സേജ് അയക്കും, ഞാൻ തിരക്കിലാണ്, ഒന്ന് വോയിസ് റെക്കോർഡ് അയക്കുക. പിന്നെ ഒരു 10 പ്രാവശ്യം വിളിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർ പ്രാർത്ഥനയെ കൂടുന്നവരല്ല. ഉടനെ ഇവർ പറയും, ബ്രദറെ ഞങ്ങൾ വല്ലപ്പോഴും സൂമിൽ കയറുന്നതാണ്, സമയമുള്ളപ്പോൾ യൂട്യൂബിലും കയറുന്നവരാണ്, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ടെൻഷൻ കൂടുതലാണ്, അവർക്ക് ഭാരം കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്ഥിരമായിട്ട് വചനം കേൾക്കുന്നവർക്ക് ദൈവവുമായൊരു കണക്ഷൻ വരികയും അവർക്കൊരു ധൈര്യവും വിശ്വാസവും ബലവും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ നാളെ വിളിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടായ്മയിൽ വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ആരെങ്കിലും ഉണ്ടോ? ടെൻഷനല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആമേൻ. നമുക്ക് എവിടേക്കോ ഒരു ധൈര്യം അല്ലേ, എവിടേക്കോ ഒരു സന്തോഷം വരും ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ. എവിടേക്കോ അറിയത്തില്ല, എന്തൊക്കെയോ ഒരു സന്തോഷം. അതിൻ്റെ കാര്യം ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങളെ ഓരോ ദിവസവും വളർത്തുകയാണ്. നിങ്ങളുടെ വിചാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സമാധാനം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമാധാനം നിറയുന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ഒരു ഹയർ ലെവലിലോട്ട് കയറാൻ വേണ്ടിയാണ് ഈ വചനങ്ങളൊക്കെ പൗലോസ്ലീഗ എഴുതി വെച്ചിരിക്കുന്നത്. പൗലോസ്ലീഗ അല്ല, പരിശുദ്ധ ആത്മാവ്. അപ്പോൾ എല്ലാറ്റിലും പ്രാർത്ഥന. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിംഗ് ആരംഭിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് മാത്രമായിരുന്നു പ്രാർത്ഥന വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥന. അപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചു ഒരു 100 പേരുടെ അപ്പം നമ്മൾ കണക്ക് കൂട്ടിയ 60 70 പേരൊക്കെയോ, അങ്ങനെ കഷ്ടിയുണ്ട് 40 60 പേരൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ പ്രാർത്ഥന ഉള്ള സഹോദരങ്ങളോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 100 പേരുടെയോ 50 പേരുടെയോ ഒക്കെ എന്ത് ചെയ്യാം, ഹോളി തപ്പാം. അപ്പോൾ പലരും അന്വേഷിച്ചിട്ട് പറഞ്ഞു 100 50 പേരുടെ ഹോൾ വന്നു. അപ്പോൾ ഓരോ ദിവസവും കൗണ്ടുകൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അത് 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 60 കഴിഞ്ഞു, ഇങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഹോളിൻ്റെ വിസ്താരം കൂട്ടാൻ തുടങ്ങിയപ്പോൾ ബഡ്ജറ്റുകൾ ഭയങ്കര കൂടാൻ തുടങ്ങി. അപ്പോൾ ബഡ്ജറ്റ് കൂടാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ ഓരോ വഴി തുറക്കാൻ തുടങ്ങി. കണ്ടോ, ഓരോന്ന് വലുതാകാൻ തുടങ്ങിയപ്പം ദൈവം ഓരോന്ന് വലുതാക്കുന്നു. അപ്പം എറണാകുളത്തിൻ്റെ ബഡ്ജറ്റ് അങ്ങോട്ട് കൂടിയ സമയത്ത് പിന്നെ പെട്ടെന്ന് കൊല്ലം പ്ലാൻ ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, കോട്ടയം പ്ലാൻ ചെയ്തു. അപ്പോൾ ഓരോ വഴി തുറക്കും തോറും ദൈവം വിശാലത തുറക്കാൻ തുടങ്ങി. ദൈവം ഓരോ കാര്യങ്ങൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെ തുറക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, ദൈവത്തിന് അറിയാം. പറഞ്ഞാട്ടെ, എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവത്തിന് നല്ല പോലെ അറിയാമെന്ന് പറ. ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അപ്പം ഞാനിത് പറയുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ വന്നേക്കാം അല്ലേ? എന്നാലും ബ്രദറെ, പറയുന്നത് കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭാരം എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയണം. നിങ്ങൾ പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി കരുതും, ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്ന 2-3 വാക്കുകൾ കുറേ നേരം പറ. എണ്ണി ഒരു 50 പ്രാവശ്യം പറ, ഒരു 100 പ്രാവശ്യം അങ്ങോട്ട് പറ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ പറഞ്ഞു ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഈ പറയുന്ന വാക്കുകൾ എന്നിട്ട് എന്ത് ചെയ്യണം? സ്തോത്രം പറയണം.
കർത്താവേ, ഇന്ന് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിച്ചതിന് സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം പറയാൻ മടിയാണെങ്കിൽ നന്ദി കർത്താവേ, താങ്ക്സ് ഗീവിങ്, തന്നതിന് നന്ദി എന്നൊന്ന് പറഞ്ഞ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ സ്തോത്രം പറ. ഇത് രണ്ടിലേതിലും ഒന്ന് പറഞ്ഞു നോക്കി. ഉടനെ നിങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ ഒരു സമാധാനം വരും. ദൈവത്തിൻ്റെ ഒരു സമാധാനം നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങും. ഇരുന്ന് ചിന്തിക്കരുത് കേട്ടോ, ഒന്ന് നടന്നേ. ആ ഇരുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാതെ ഇനിയിട്ടൊന്ന് നടന്നുകൊണ്ട് കുറച്ച് നേരം വചനം പറ. എളുപ്പം ഞാൻ പറഞ്ഞു തരാം. നടന്നുകൊണ്ടൊന്ന് വചനം പറ കുറച്ച് നേരം. അവിടെ ഇരിക്കുമ്പോൾ പല ചിന്തയ്ക്ക് വരും. ഇരുന്ന് നമ്മളൊരു സുഖം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വചനം പറയാനുള്ള മടി വരും. പിന്നെ ചിന്തിക്കാതെ എളുപ്പം. വചനം പറയുന്നതാണ് എളുപ്പം, ചിന്തിക്കുന്ന എളുപ്പം. അതിന് നല്ലത് നിങ്ങളൊന്ന് എണീറ്റ് നടന്നേ. ആ നടന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പൗലോസ് ഐ വിൽ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ആ അറിവിൻ്റെ അകത്തു നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. കുറച്ച് നേരം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പോക്കറ്റ് നോക്കിയിട്ടൊന്ന് പറ. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ആ സൗഖ്യത്തെ കണ്ട് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സൗഖ്യത്തെ, കർത്താവേ ആ കൈ ചൂണ്ടിയിട്ട് പറ, കർത്താവേ എനിക്കത് തന്നതിന് ഒന്ന് കൈ ചൂണ്ടിയിട്ട് പറ. എവിടെ ഇരുന്നുകൊണ്ട് കൈ ചൂണ്ടിക്ക്. ഏതാ നിങ്ങളുടെ ഭാരം? മ്യൂട്ടൊന്നും മാറ്റണ്ട, ഒന്ന് കൈ ചൂണ്ടിക്ക്. കർത്താവിൻ്റെ കരത്തിൽ അത് ഇരിപ്പുണ്ട്. എന്നിട്ട് അതേ കൈ ചൂണ്ടിയിട്ട് പറ, കർത്താവേ എനിക്ക് അത് തന്നതിന് കൈ ചൂണ്ടിക്ക്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾ ആ കൈ ചൂണ്ടിയിട്ട് പറ, കർത്താവ് അത് കാണും. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. അത് കൈ ചൂണ്ടിയിട്ട് പറ, കർത്താവ് എനിക്ക് അത് തന്നതിന് നന്ദി എന്ന് പറ. എനിക്ക് എൻ്റെ അത്ഭുതം ആണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് തന്നതിന്. അങ്ങനെ വേറെ ചൂണ്ടി കുറച്ച് ദിവസം അങ്ങ് പ്രാർത്ഥിച്ച് അപ്പോൾ കാണാൻ പറ്റും സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ യേശുവുമായിട്ടൊന്ന് ബന്ധം ഒന്ന് സ്ഥാപിച്ചേ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ആ ബന്ധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, പല ആളുകളും ബ്രദറെ ഞാൻ യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്, സൂമിൽ കയറാൻ എനിക്ക് സമയമില്ല. അപ്പോൾ യൂട്യൂബിൽ എപ്പോഴും കേൾക്കുന്നത് മാസത്തിൽ 2 തവണ ഞാൻ ഉറപ്പാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥന അലിച്ചു നോക്കി. ഞാനിത് എല്ലാ ദിവസവും നമ്മുടെ യൂട്യൂബിൽ വരുക. അപ്പോൾ ചിലപ്പം സഹോദരങ്ങളൊക്കെ ബ്രദറെ കഴിഞ്ഞ ദിവസം അന്ന് ബ്രദർ ഇട്ട ആ മെസ്സേജ് ബ്രദർ അതൊന്ന് പറയാമെന്ന് വെച്ചാൽ ഞാൻ മറന്നു പോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാ ദിവസവും പോകാം. നിങ്ങൾ 2 മാസം അപ്പോൾ എല്ലാ ദിവസവും വചനം വെച്ചിട്ട് ഒരു ദിവസം ഒരു മാസം എത്ര വചനം വരും പറ? 28 ദിവസം ഉണ്ടെങ്കിൽ എത്ര വാക്യം വരും? എത്ര വചനം വന്നു? അതുപോലും അറിയത്തില്ല. 28 ദിവസം 28 ദിവസം നമുക്ക് 28 ദിവസം കർത്താവിന്റെ കൃപയാൽ മുടങ്ങാതെ വചനം വിട്ടാൽ 28 വചന ചിന്തകളാണ് ഒരു മാസം. ഇനി ഫേസ്ബുക്കിൽ സൂമിൽ ഇല്ലെങ്കിൽ പോലും യൂട്യൂബിൽ അത് വന്നിരിക്കും. അപ്പോൾ 28 ദിവസവും മുടങ്ങാതെ, അല്ലെങ്കിൽ 31 ദിവസം ഉണ്ടെങ്കിൽ ഒരു മാസം 31 ദിവസവും തുടർച്ചയായിട്ട് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ വചനങ്ങളെ നമ്മളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ബ്രദറെ അന്ന് എന്നോട് ആ വചനത്തോട് ദൈവം ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഓർക്കാൻ പറ്റില്ല. കാരണം കർത്താവ് ഓരോ ദിവസവും നമ്മളെ വളർത്തും. അപ്പോൾ ബന്ധം വളരുകയല്ല നമ്മൾ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ ആകാശത്തിലെ പറവയ്ക്ക് കർത്താവ് 3 നേരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവയേക്കാൾ നിങ്ങൾ എത്ര വിശേഷത ഉള്ളവരാ. ആ കാക്കയെ നോക്കിയിട്ട് പറ, നിന്നെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ എന്നെ എത്ര അധികം. നീ പുറത്തോട്ടൊക്കെ ഇറങ്ങണം. എന്നിട്ട് ആ കാക്കയെ നോക്കിയിട്ട് പറ, നിന്നെ ദൈവം 3 നേരം ഒരു കുറവുമില്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ എന്നെ എത്ര അധികം നടത്തുമെന്നറിയാവോ? ഇതാണ് യേശു പറഞ്ഞത്. ആകാശത്തിലെ പറവയെ നോക്ക് പത്രോസേ, ആകാശത്തിലെ പറവയെ നോക്ക് ഫിലിപ്പോസേ, അവയെ നീ നോക്ക്. എന്നിട്ട് പറയണം, അവയോട് നീ നോക്കിയിട്ട് പറ, നിന്നെ 3 നേരം ദൈവം ഒരു കുറവില്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ എന്നെ എത്ര അധികം നിനക്കറിയാവോ? അതിങ്ങോട്ട് ദൂത് പറയാം നമ്മളോട്, നീ എന്തിനാ രക്ഷടിക്കുന്നത്? ഞാൻ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെ 3 നേരം പോറ്റി പുലർത്തുന്നുവെങ്കിൽ നിങ്ങളെ എത്ര അധികം നടത്തും. ആമേൻ. അപ്പം ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം ദൈവസന്നിധി. അപ്പം നമ്മുടെ വിചാരങ്ങൾ വിട്ടുപോകും. അപ്പോൾ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം മറന്നു പോകരുത്. ഒന്ന്, നിങ്ങൾ അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഒഴിയാൻ പറ്റത്തില്ല. അന്യഭാഷ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്യഭാഷ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മസ്റ്റ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും 9:30 നമ്മുടെ 9 മണിക്ക് അന്യഭാഷ ആരംഭിക്കുന്നതാണ്. അന്യഭാഷ വര ഉള്ളവർക്ക് എല്ലാം അതിൽ പങ്കുചേരാം. അത് തുറന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി അന്യഭാഷ വരവില്ല ബ്രദർ, എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ ഒന്ന് നേരെ ഇരുന്നോണം, അത് കേട്ടോണം. നിങ്ങളുടെ മേലും അന്യഭാഷയുടെ വരം തുറക്കും. ആമേൻ. അപ്പോൾ എല്ലാ ദിവസവും 9 മണി വരെ നടക്കുന്നതാണത്.
അപ്പോൾ ആ അന്യഭാഷ പ്രാർത്ഥനയുണ്ട്, രണ്ടാമത്തെ വചനം പറഞ്ഞുള്ള പ്രാർത്ഥന. ഇങ്ങനെ പറഞ്ഞിട്ട്, ഇത്രയും പറഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ ആവശ്യങ്ങൾ പറയരുത്. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. അങ്ങോട്ട് പറ. ആ വിരൽ ചൂണ്ട, കർത്താവേ ആ ഇരിക്കുന്ന അത്ഭുതം ഇതാ, യേശുവേ അങ്ങയുടെ കരുത്തിരിക്കുന്ന ആ ഇരിക്കുന്ന അത്ഭുതത്തിലേക്ക് തന്നതിന് നന്ദി. കർത്താവിൻ്റെ വചനം പറയുന്നു കർത്താവിൻ്റെ ഉള്ളംകരത്തിലുണ്ട്. അപ്പോൾ അത് ചൂണ്ടി ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആ സകല ബുദ്ധിയും കവിയുന്ന കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ നിറയുവാനിടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ഇന്നും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1983 സെപ്റ്റംബർ മാസം 18-ാം തീയതി ജനിച്ച ആരെങ്കിലും, ഇതിൻ്റെ 1983 സെപ്റ്റംബർ 18-ാം തീയതി ജനിച്ച ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ ഇത് കാണുന്നുണ്ടോ എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആ കുടുംബത്തിൽ ആരോ ഇന്നുണ്ടത് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ, ആ കുടുംബത്തിൽ തൊടാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിരുകൾ ഇന്ന് വിസ്താരമാകട്ടെ, അതിരുകൾ ഇന്ന് വിസ്താരമാകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്നവിടെ തൊടുന്നല്ലോ. എല്ലാ മേഖലയ്ക്കകത്തും നന്മയുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ബാലു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. ബാലു എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം സ്പർശിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാനൊരു വാക്കിങ്ങനെ കേൾക്കുവാണ്. ഇരുട്ട് മൂടിയ അവസ്ഥകൾക്കകത്തുനിന്നും ദൈവം വലിയൊരു വെളിച്ചം തുറക്കുന്നത് പോലെ അവിടെയുള്ള വ്യക്തികളുടെ മേൽ വെളിച്ചത്താലുള്ള വഴി തുറക്കാൻ വേണ്ടി പോകണം. വെളിച്ചത്തുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഇതുവരെ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, ആ കുടുംബത്തിൻ്റെ അകത്തുള്ള വ്യക്തിയിലൂടെ കർത്താവ് ഇന്ന് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി പറയാൻ വേണ്ടിയാണ്. ബ്രദറെ, എന്റെ ഭർത്താവിന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ബാലു എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി എന്നോട് വെളിപ്പെടുന്നില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ശൂന്യമായ അവസ്ഥകളിൽ നിന്ന് അറിയട്ടെ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ അന്ധകാരം നീങ്ങി വെളിച്ചം എന്ന് വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ മെഴുകുതിരി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെഴുകുതിരി ഇങ്ങനെ ആ ഒരു മറിഞ്ഞ് കിടക്കുക മെഴുകുതിരി. പക്ഷെ അത് ഒരു തവണ മാത്രമേ ആ മെഴുകുതിരി കത്തിച്ചിട്ടുള്ളൂ. ആ മെഴുകുതിരി ഇപ്പം മറിഞ്ഞ് കിടക്കുവാണ് ആ തട്ടയിൽ. ആ തട്ടയിൽ ഇപ്പം കത്തിയിട്ടില്ല. ആ മെഴുകുതിരി മറിഞ്ഞ് കിടക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഈ ചെറിയ പേന പോലത്തെ വലിപ്പമുള്ള മെഴുകുതിരിയല്ല, ഇച്ചിരി വലിപ്പമുള്ളൊരു മെഴുകുതിരിയാണ്. 1-2 തവണ അത് കത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് നേരെ നിൽക്കുമല്ല, അത് മറിഞ്ഞ് കിടക്കുന്നൊരു തട്ട് ഇന്ന് ഞാൻ കാണുകയാണ്. അത് അത് കത്തിച്ച വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. ആ മറിഞ്ഞ് കിടക്കുന്നതിന് അടയാളമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയെ തൊടുക. മെഴുകുതിരിക്ക് പ്രത്യേകതയൊന്നുമില്ല, കത്തിച്ചതുകൊണ്ട് ഒരു പ്രത്യേകതയില്ല. ഇന്ന് ആ വ്യക്തിയെ ഒന്ന് കാണാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് കർത്താവ് സ്പർശിക്കാൻ വേണ്ടിയാണ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഭവനത്തിലാ ബ്രദറെ. ഈ പറഞ്ഞ പോലെ തന്നെയാണോ സിസ്റ്റർ? ഒരു വട്ടേ കത്തിച്ചിട്ടുള്ളൂ. കറണ്ട് പോയപ്പോഴായിട്ട് ഇത് കത്തിച്ചതാ, ഞാനാ കത്തിച്ചത്. ഇപ്പൊ അതെങ്ങനെയാ സിസ്റ്റർ കിടക്കുന്നത്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണോ? ചരിഞ്ഞ് കിടക്കും. അതെ, ആ തട്ടില് ചരിഞ്ഞ് കിടന്നതാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വെളിപ്പെടുന്ന പ്രിയമകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇവിടെ കർത്താവ് ഒരു വാക്ക് പറയുക. ഇന്ന് ശൂന്യമായ പടകിനെ നിറച്ചതുപോലെ ദൈവം, ഇങ്ങനൊരു വാക്ക് ദൈവം പറയുക, നിൻ്റെ അധ്വാനം നഷ്ടപ്പെട്ടു കൊടുത്ത് തന്നെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പത്രോസിലോട് പറഞ്ഞു, നിൻ്റെ അധ്വാനം എവിടെയാണോ നഷ്ടമായത് ആ വല നീക്കി ഇന്ന് വീശുക എന്ന് പറഞ്ഞതുപോലെ, ആ പടക് നീക്കി വീശുക എന്ന് പറഞ്ഞതുപോലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധയാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഭവനത്തിൻ്റെ അകവശം കാണുന്നു. അതായത് ഒരു ഇളം പച്ച കളറിലെ പെയിൻറ്റ് ഹോളിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്ന ഒരു ഇളം പച്ചയാണ്. അത് കടും പച്ചയല്ല, ഇളം പച്ച കളറിലെ ലൈറ്റ് പച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇളം പച്ച കളറിലെ പെയിൻറ്റ് ഹോളിൻ്റെ അകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനം കാണുന്നു. പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ ഒരു TV ഇരിക്കുന്നുണ്ട്. നേരെ കയറി ചെല്ലുന്നത് ഒരു മുറിയിലോട്ടാണ്. അതായത് നേരെ കയറി വെച്ചാൽ ഈ ഹോളിൽ നിന്ന് നമ്മളൊരാൾ എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു മുറിയിലേക്കുള്ളൊരു പ്രവേശനമാണ്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. 2 തലമുറകളെ ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച ആ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി ആ തലമുറകളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. സിസ്റ്ററുടെ ഭവനമാണത്. അതെ അതെ. ഈ പറഞ്ഞ അടയാളമെല്ലാം അവിടെ ഉണ്ടോ സിസ്റ്ററെ? ഗ്രീൻ പെയിന്റ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ അടയാളം പോലെ തന്നെയാണ് വീട് ഇരിക്കുന്നത്. അതെ അതെ. ഏറ്റെടുത്ത സിസ്റ്ററെ, ഇന്ന് തലമുറകളെ കർത്താവ് തൊടുക കേട്ടോ. അവരെ ഓർത്തിനി വിചാരപ്പെടേണ്ട, അതാണ് പ്രശ്നം. ഇന്ന് കേട്ട വചനം പോലെ വിചാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ മുന്തിരിക്കൊലകൾ നിറഞ്ഞിരിക്കുന്ന ഒരു വചനത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പിക്ചർ. അതിൻ്റെ അകത്ത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം എഴുതി വച്ചിരിക്കുന്ന ഒരു പിക്ചറുള്ള ഈ മുന്തിരി കൊലകളിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ഭവനത്തിൻ്റെ അകം എന്നെ കർത്താവിനെ കാണിക്കുന്നു. ആ എഴുതപ്പെട്ടിരിക്കുന്ന വചനം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനവും ഈ ചിത്രവും ഉള്ള വീടിൻ്റെ അകത്ത് ആ വചനത്തിലൂടെ കർത്താവ് ഇടപെടുന്നു. ആ വചനം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ടെ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൽ വെളിപ്പെടുന്നല്ലോ. ആ വചനം പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിൻ്റെ മേൽ നിറയുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹിച്ചെന്നും പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകട്ടെ. ആ കുടുംബത്തിൻ്റെ എല്ലാ ശൂന്യമായ അവസ്ഥകളും മാറട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബം ഇപ്പം തന്നെ ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ദൈവപ്രവർത്തിക്കാട്ട്. നിങ്ങളല്ലാത്തവരെല്ലാം പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഒരു വചനം എൻ്റെ വീട്ടിൽ മുന്തിരിക്കൊല ഉള്ളൊരു ഫോട്ടോ ഉള്ളൊരു വചനം എഴുതിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 34:10 എഴുതി വെച്ചേക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ആശ്രയ യോഹന്നാൻ ശ്ലീഹായുടെ ബ്രദർ, എന്റെ വീട്ടിലാണ് മുന്തിരിക്കൊല ഫ്രണ്ടില് ആ ഫോട്ടോയുടെ മുകളില് യോഹന്നാന്റെ 15:1 തുടങ്ങി 4 വരെ ആ വാക്യം ഒന്ന് വായിച്ച സിസ്റ്റർ. I am the Jesus and my father is the. ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകൾ വന്ന ആ വാക്യമാണ് സിസ്റ്റർ. ആണ് ആ വചനം പോലെ തന്നെ കർത്താവ് ഇന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആ വചനം പോലെ തന്നെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ദൈവാത്മാവ് നമ്മുടെ എല്ലാം കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും അടയാളം കേട്ടോണം. അത് നിങ്ങളുടെ കുടുംബവുമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നതാണ്. ആ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ തീട്ട് കളഞ്ഞു കഴിക്കും. എന്നിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ നിന്നോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഈ വചനം ഏറ്റെടുത്തോണം. കർത്താവിനാൽ ഫലം കായ്ക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്,
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങൾ വേർതിരിക്കുന്നപ്പ, കർത്താവ് ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു ടോർച്ചുള്ള, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടോർച്ച് വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് കർത്താവ് എന്നെ കാണിക്കുക. അതിൻ്റെ അഗ്രവശം, അതായത് അതിൻ്റെ ഏറ്റവും അടിവശം റെഡ് കളറിൽ ഉള്ളതും ബാക്കി ബ്ലാക്ക് കളറിലുള്ള അതിൻ്റെ പിടിവശം ബ്ലാക്ക് കളറിലിരിക്കുന്ന ഒരു ടോർച്ച് വെച്ചിരിക്കുന്ന ഒരു ഹോള് കർത്താവിനെ, ഒരു ഹോളിൽ ഇതേ കളറിലുള്ളൊരു ഹോളിൽ ഈ ടോർച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അഗ്രത്ത് റെഡ് കളറാണ്, അതിൻ്റെ പിടിയുടെ വശം കറുപ്പ് കളറിൽ ഇരിക്കുന്ന ഒരു ടോർച്ച് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചു തരുന്നു. ആ ഭവനത്തെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ സാമ്പത്തിക കുരുക്കുകൾ കയറിക്കൂടിയൊരു ഭവനമാണ്. അതിൻ്റെ അകത്തുനിന്നും കുരുക്കുകൾ കർത്താവ് ഇന്ന് അഴിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സാമ്പത്തികമായി എവിടെ തൊട്ടാലും പരാജയങ്ങൾ സംഭവിക്കുകയും കടത്തിൻ്റെ മുകളിലേക്ക് ഭാരത്തെ കൊണ്ടുവരാൻ നോക്കുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങളും ഇന്ന് കുടുംബം വിട്ട് അഴിയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബം ഏറ്റെടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ ആ നന്മ കാണാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ ആ വഴി തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുന്നല്ലോ. എവിടെ സിസ്റ്റർ? അത് എൻ്റെ വീട്ടിലാണ്. സിസ്റ്റർ വീട്ടിലാണത്. അതെ. ഏറ്റെടുത്ത ഫിനാൻഷ്യൽ ഫ്രീഡം കർത്താവ് തരാൻ വേണ്ടി പോവാണ്. സാമ്പത്തികമായിട്ടൊരു ഫ്രീഡം കർത്താവ് തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും വീഡിയോ ഓണാക്കുമെന്നും പറഞ്ഞു നാളെ നിങ്ങൾ പറയരുത്. ബ്രദർ വീഡിയോ ഓണാക്കി വീടിൻ്റെ അകം മുഴുവൻ കണ്ടെന്ന് പറയരുത്. എല്ലാം വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോ. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ കർത്താവ് എന്നെ മറ്റൊരു കലണ്ടറിൽ ദൈവാത്മാവ് കാണിക്കുക. കലണ്ടറിൻ്റെ അകത്ത് ആളുകളുടെ പേര് എഴുതി വച്ചിരിക്കുന്നത്, അതായത് ആളുകളുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു കലണ്ടർ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വീടിൻ്റെ അകത്ത് നമ്മൾ സാധാരണ കലണ്ടറിൽ മറ്റു പലതും എഴുതും, പക്ഷേ ഈ കലണ്ടറിൽ ആളുകളുടെ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന, മനുഷ്യരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കലണ്ടർ കർത്താവ് എന്നെ കാണിക്കും. ഈ സായിൽ എഴുതിയ അക്ഷരവും എന്നെ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കലണ്ടറിൽ ഇങ്ങനെ ആളുകളുടെ പേര് അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കലണ്ടർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് തന്നെ കർത്താവ് ഒരു അടയാളം പോലെ കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ കർത്താവിനോട് കാണിക്കുന്നു. സകല കുരുക്കുകളും ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞിട്ട് വലിയ ദൈവത്തിൻ്റെ സമാധാനത്തെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് അയക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇവിടെ ഞാൻ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ എന്ത് ചെയ്തേക്കും അതിൽ? ഒരു മിനിറ്റ്. ഞാൻ കുറെ ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കലണ്ടറിൽ. അത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പേരുകാരുണ്ടോ സിസ്റ്റർ? അടയാളം പോലെ എഴുതി വെച്ചിട്ടുണ്ടോ? ആ പേര് ആൾക്കാരുടെ പേര് എഴുതി വെക്കുന്നേ. ആൾക്കാരുടെ പേര് കലണ്ടർ എഴുതി വെച്ചേക്കുക. ആ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഒരേ ദിവസത്തെ വർക്കിന്റെ പേര്. യേശുവിൻ്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ആരും. പക്ഷേ കർത്താവ് ഇന്ന് തൊടുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവിന് തൊടുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, ഇന്ന് വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നല്ലോ, അവരുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് തൊടുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. അത് ഞാൻ പറഞ്ഞു, നമ്മളിന്ന് കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അകത്ത് കേട്ടത് മുഴുവനും നിങ്ങളുടെ വിചാരങ്ങളെ ദൈവം സ്പർശിക്കുക, നന്മ നിറയാൻ വേണ്ടി. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച്, അതോടൊപ്പം തന്നെ കർത്താവ് ഒരു ആനയുടെ ചിത്രം ഒരു വീടിൻ്റെ ഹോളിൽ കയറി വരുന്ന ഹോളിൽ തന്നെ ആ കയറി വന്നതിന് ശേഷം ഭിത്തിയിലോട്ട് കാണാൻ പറ്റുന്ന ഒരു ആനയുടെ ചിത്രം ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 56 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ ആനയുടെ ചിത്രം അവിടെ കുടുംബത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊട്ടിട്ട് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ വാതിലിനെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കുടുംബം ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ അയക്കാൻ വേണ്ടി പോവാണ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്.
ബ്രദർ പിന്നെ ഈ വീട്ടിലുള്ള അതൊക്കെ എന്റെ വീട്ടിലുണ്ട്. ആനയുടെ ചിത്രമൊക്കെ ഹോളിലുണ്ട്. ഏറ്റെടുത്ത സിസ്റ്ററെ, ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ ഈ പറഞ്ഞ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ. ഞാൻ ഈ SBI ബാങ്കിൻ്റെ ഒരു നോട്ടീസ് ഞാൻ കാണുന്നൊരു കാഴ്ച. SBI ബാങ്കിൻ്റെ ഒരു നോട്ടീസാണ്. ആ നോട്ടീസ് വായിച്ചത് നിമിത്തം ഒരു സങ്കടമുണ്ടായി, ആ ഭാരമുണ്ടായി. ഇപ്പോൾ ആ നോട്ടീസ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ബാഗിൻ്റെ അകത്താണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, ഭാരപ്പെടേണ്ട, നിൻ്റെ ആവശ്യങ്ങളൊക്കെയും അറിയുന്നൊരു ദൈവമുണ്ട്. ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ വിചാരങ്ങളെ അറിഞ്ഞ് കർത്താവ് ഇന്ന് ഇടപെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് തൊടുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ് വിഷയത്തിൻ്റെ മേൽ. അതിപ്പോൾ തന്നെ എടുത്തു വെച്ച് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം? ബ്രദറെ, പറഞ്ഞു. എന്റെ കേറി വരുന്നിടത്ത് ഹാളില് ലൈറ്റ് പച്ചയാണ്. പിന്നെ ആണെങ്കിൽ ആ കേറി വരുന്നത് അവിടെ മുറിയിലോട്ടാ കേറുന്നത്. അതിന്റെ സൈഡില് ആണ്, ഈ ഹാളിന്റെ സൈഡിലായിട്ട് TV ഉണ്ട്. 2 ആൺതലമുറയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്കൊരു വഴിയായില്ല, മോന് ഇളയത് പഠിക്കുക. ഇന്ന് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുന്ന സിസ്റ്ററെ, കർത്താവ് ഇന്നൊരു അത്ഭുതമാക്കി അത് മാറ്റാൻ വേണ്ടി പോകട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞു. SBIന്റെ നോട്ടീസ് എൻ്റെ വീട്ടിലാണ്. ഞാൻ ആ നോട്ടീസ് അത് പിന്നെ ഹസ്ബൻഡ് മരണപ്പെട്ട ഒരു 3 മാസം മുമ്പ്. അപ്പൊ അവരെ പിന്നെ SBIയിൽ വർക്ക് ചെയ്തത് കൊണ്ട് അതിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടായിന്. അപ്പൊ അവർക്ക് അതിൻ്റെ അകത്ത് പിന്നെ ആ ഫോട്ടോ കണ്ടതിന് ശേഷം എനിക്കൊരു വിഷമം ഉണ്ടായിന്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഇതുവല്ലോ ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ ഈ കാര്യം വല്ലോ? ഇല്ല, ഇവര് SBIയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതുകൊണ്ട് അപ്പൊ ഇത് കണ്ട് സിസ്റ്റർക്ക് ഒരു വിഷമം ഉണ്ടായത് ഈ പേപ്പർ കണ്ടോണ്ടാണോ? അതെ, അതൊരു വിഷമം. ഫോട്ടോ ഉണ്ട്. ഫസ്റ്റ് തന്നെ മരിച്ചവരെ, അവര് ജോലി ചെയ്ത കൂട്ടരെല്ലാം ഫോട്ടോ അവരെ അതിലിടും. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവരൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. ഓ കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നുള്ളത് ഇത് വല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സിസ്റ്ററെ ഈ കാര്യങ്ങൾ വല്ലോ? കർത്താവ് അങ്ങ് ഇടപെടുന്ന അങ്ങയുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിചാരങ്ങളെ എത്രത്തോളം നമ്മളിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രോഗം വരുന്ന ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഉറക്കെ വിളിച്ചു പറ, എൻ്റെ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തതാ, എൻ്റെ രോഗം യേശു അനുഭവിച്ചതാ, എൻ്റെ വേദന യേശു അനുഭവിച്ചതാ. ഈ നിമിഷം എല്ലാവരും ഒന്ന് കൽപ്പിച്ച്, എൻ്റെ വേദന യേശു വഹിച്ചതാ. ഇന്ന് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ക്രീനിലോട്ട് നോക്കിയേ, നിങ്ങൾക്ക് സൂമിൻ്റെ ആ ഡിസ്പ്ലേയിലോട്ട് നോക്കേണ്ടത് ഈ വചനം വന്നിട്ട്, യേശു കർത്താവിൻ്റെ രോഗത്തെയും എൻ്റെ വേദനയും അനുഭവിച്ചു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന. ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, രക്തത്തിൻ്റെ കുഴപ്പമായിക്കോട്ടെ, അസ്ഥിയുടെ കുഴപ്പമായിക്കോട്ടെ, ഹൃദയമായിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, പറയണം യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ആ രോഗത്തിൻ്റെ പേര് പറ, എന്നിട്ട് പറയാം എൻ്റെ വേദന. ഞാനിപ്പോൾ ഇത് ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വേദന അനുഭവിച്ചവരുടെ ശരീരത്തിൽ നിന്നും വേദനകൾ വിട്ടുമാറുന്നു. ഈ നിമിഷം വേദനകൾ സൗഖ്യമാകുക, അസ്ഥി വേദനകൾ സൗഖ്യമാകുക, മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷമാകുക, രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുക, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം, ഓ യേശുവിൻ്റെ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയം, ഇത് അത്ഭുതത്തിൻ്റെ സമയം. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഉറക്കെ പറ, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ഡെഡായി പോയിട്ടുള്ള ഞരമ്പായിക്കോട്ടെ, സെല്ലുകൾ ഏതുമായിക്കോട്ടെ, ഇപ്പോൾ ജീവൻ വ്യാപരിക്കുക, അതിൻ്റെ മേൽ ജീവൻ, അത് ചലിക്കാത്തത് ചലിക്കുക, പ്രവൃത്തി നിന്നുപോയ കിഡ്നികൾ പ്രവർത്തിക്കാൻ വേണ്ടി പോവുക, ആന്തരിക അവയവങ്ങൾക്ക് ജീവൻ വെക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഏറ്റെടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൈവച്ചിട്ട് പറഞ്ഞ്, യേശു എൻ്റെ രോഗം വഹിച്ചതാ, യേശു എൻ്റെ വേദന ചുമന്നതാ, യേശു എനിക്ക് വേണ്ടി ഇന്ന് വചനം പറഞ്ഞുള്ള ചെകിടൻ കേൾക്കും, മൂമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുക, ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുക, ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ആ കൈ എടുക്കുമ്പോൾ തന്നെ, രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈയോടെ വെച്ച് അത് കൈ എടുക്കുമ്പോൾ തന്നെ ആ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ, അസ്ഥികളുടെ പ്രശ്നങ്ങൾ, തലയുടെ ബുദ്ധിമുട്ടുകൾ ഏതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അതെല്ലാം നോർമലാകുക, സൗഖ്യമാകുക, പൂർണ്ണ സൗഖ്യമാകട്ടോ. ആശ്വാസമല്ല, പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പോൾ
അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഈ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം മുന്നോട്ട് വിതച്ചവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ച ഓഹരികളെ ഞാൻ അനുഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന മീറ്റിങ്ങുകൾക്കൊക്കെയും അതൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒറ്റ പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. വർദ്ധിക്കാൻ വേണ്ടി പോവുക. പാഴായിട്ടുള്ള ചിലവുകളൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. വചനം പറയുന്നു, വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ വിതച്ചവരെ ഓർത്ത് ബ്ലസ് ചെയ്യുന്നു. കണക്കില്ലാതെ വിതച്ചവരെ ഓർത്ത് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ഈ ഞെരുക്കത്തിൻ്റെ അകത്ത് വിതച്ചവരെ ഓർത്ത് ഞാൻ അനുഗ്രഹിക്കുന്നു. ഏത് വിതയായിക്കോട്ടെ, കർത്താവിൻ്റെ വായിലാണ് വീണിരിക്കുന്നത്, അത് 100 മേനി കൊയ്യും, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം, ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടവരുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെ എടുത്തു പറയേണ്ട, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സമയത്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ പറഞ്ഞാട്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വാട്സാപ്പിലൊക്കെ അയക്കുന്നു. എനിക്കറിയത്തില്ല എന്നാ സംഭവിക്കുന്നുള്ളത്. നിങ്ങളെ മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത അറിയില്ലെങ്കിലും ഇപ്പോൾ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് എന്റെ കലണ്ടറിൽ എഴുതി വെക്കുന്ന പേരെന്ന് പറഞ്ഞില്ലായിരുന്നു ബ്രദറെ. അത് കഴിഞ്ഞ് ബാക്കില് പെയിൻ ഉണ്ടായിരുന്നു. ഒരു 6 month ആയിട്ട് നല്ല പെയിൻ ആയിരുന്നു. എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ ഞാൻ ചാടി എണീറ്റ് പോകുമ്പോൾ പെയിൻ ഉണ്ട്, മാറുന്നുണ്ടായില്ല. പക്ഷെ ഇന്ന് എനിക്ക് സൗഖ്യം വന്നു ബ്രദറെ. ബാക്ക് പെയിൻ ഇല്ല? പെയിൻ ഇല്ല. പിന്നെ ഒരു മാസമായിട്ട് എനിക്ക് ബ്രദർ പറഞ്ഞ വിതയ്ക്കുന്നതിന് എനിക്ക് ഒരു പൈസ പോലും, എൻ്റെ ഈ മാസത്തെ പൈസ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോയില്ല. അല്ലെ എല്ലാ മാസവും ക്യാഷ് ഇങ്ങനെ പതറിപ്പോവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് 1 രൂപ പോലും മാറ്റി പോയില്ല എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ ആയിട്ട്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം. എത്ര നാൾ സിസ്റ്റർ വേദന അനുഭവിക്കുന്നുണ്ട് സിസ്റ്റർ? ബാക്ക് പെയിൻ എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. നാട്ടിൽ പോയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്ത്, ഞാൻ ബ്രഹറിലാണ് ബ്രദറെ. അപ്പൊ ചെക്കപ്പ് ചെയ്ത ചെറിയ മട്ടലിന് ചെറിയ വളവുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഭയങ്കര പെയിൻ ആയിരുന്നു. എനിക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു. ഞാൻ ഡെയിലി എന്നും ഇങ്ങനെ വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് എണീക്കും. അപ്പൊ ഒക്കെ ചെറിയ പെയിൻ ഉണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് സൗഖ്യം വന്നിട്ട് മാത്രം സാക്ഷ്യം പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ബ്രദറെ, ഇന്ന് എനിക്ക് നല്ല ചാടി എണീറ്റ്, ബ്രദർ പറഞ്ഞപ്പോ തന്നെ ഞാൻ ചാടി എണീറ്റു. അപ്പൊ എന്റെ വേദന മാറി. ഇന്ന് ബ്രദർ പേര് ഞാൻ എഴുതിയാണ് എപ്പോഴും വെക്കണം. ഞാൻ ഒരു കലണ്ടറിൽ ഞാൻ പേര് എഴുതി വെക്കും. ഓരോ ദിവസം വർക്കിന്റെ പേര്, ആൾക്കാരുടെ പേര് എഴുതി വെക്കല്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, സിസ്റ്റർക്ക് കുറേ നാളുകളായിട്ട് വേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിലൊരു വളവുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളവും തേയ്മാനൊക്കെ വന്നാൽ പിന്നെ അതിനൊരു മാറ്റമില്ല, ജീവിതകാലം മുഴുവൻ ആ പെയിൻ അനുഭവിക്കണം. പക്ഷേ സിസ്റ്റർ എല്ലാ ദിവസവും യേശുവിൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ദൈവം അത്ഭുതം ചെയ്തു. ആ വേദന ചാടി എണീറ്റെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വളഞ്ഞിരുന്ന അസ്ഥിക്കകത്ത് തമ്പുരാൻ തൊട്ടു. ദൈവം വളഞ്ഞതിനെ നൂർത്തതാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് അത് തൊട്ട്. അത് മാത്രമല്ല, പ്രിയമകൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഒത്തിരി പൈസ എല്ലാ മാസവും നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ഒരു പൈസ പോലും ഈ മാസം പാഴായി പോയില്ല. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിച്ചു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ഇടപെട്ടതിന് നന്ദി. ദൈവം ഇന്ന് സൗഖ്യമാക്കിയതിന് നന്ദി. ദൈവം ആ ഞെരുക്കത്തിൻ്റെ മേൽ പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാനൊരു പ്രയർ റിക്വസ്റ്റ് അല്ല. എൻ്റെ മോന് സെപ്റ്റംബർ കിട്ടിയില്ല. അത് കിട്ടുന്നതിന് വേണ്ടി ഒരു വചനം പറഞ്ഞുതരാമോ? കാരണം അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കിട്ടിയ നമ്പറ് അവന് കിട്ടിയില്ല. അത് കിട്ടിയാൽ മറ്റു കമ്പനികളിലേക്കൊക്കെ പോകാൻ പറ്റും. ഒരു വാക്യം പറഞ്ഞുതരാമോ? സിസ്റ്റർ ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണോ സിസ്റ്ററെ? ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് വിളിക്കുന്നത്. മനസ്സിലായി സിസ്റ്ററെ. അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്നുള്ള ആ സങ്കീർത്തനം ഏറ്റു പറഞ്ഞ് ഇപ്പം തന്നെ പ്രാർത്ഥിച്ചോണം. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ. 128 അറിയാത്ത സൗകര്യം വാക്കിയിട്ടുണ്ട്. 128:2 എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ആ ജോലിയുടെ മേഖലയ്ക്കകത്ത് വഴി തുറക്കും കേട്ടോ. ബ്രദർ, ഒരു കാര്യം കൂടെ.
എനിക്ക് വല്ല കുറച്ച് പൈസ തരാനുണ്ട്. എനിക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ്, അതും തരുന്നില്ല. ഞാനപ്പം പല വാക്യങ്ങൾ ബ്രദർ പറഞ്ഞ പല വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനൊരു ആക്യുറേറ്റ് ഒരു വാക്യം പറഞ്ഞുതരാമോ? ഈ വാക്യം തന്നെ സെയിം പാട്ട്. നമ്മുടെ അധ്വാനമാണ് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, അത് നമ്മളിലേക്ക് തിരികെ വരും കേട്ടോ. ഇതേ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, എനിക്ക് നന്മ വരും, ഞാൻ ഭാഗ്യവാൻ കേട്ടോ. ആ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, അതുപോലെ തന്നെ പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്റെ മോടെ കുഞ്ഞ് 2.5 വയസ്സായി, ഇതുവരെ സംസാരിച്ചില്ല. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ, അതിൻ്റെ മേൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നാവിൻ്റെ കെട്ടഴിഞ്ഞ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞ് സംസാരിക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷിയായി തീരട്ടെ. കർത്താവ് വാതോരാതെ വചനത്താൽ സംസാരിക്കട്ടെ. അത്ഭുതമായി നടന്നതെന്ന് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ മോന് ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി കാനഡയില് എക്സാം എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക, ഇതുവരെയും കിട്ടിയില്ല. അതുകൊണ്ട് ജോലിയൊന്നും ശരിയാകുന്നില്ല. കർത്താവായിട്ട് തന്നു കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി. അത്ഭുതം നടന്നതിന് നന്ദി. ഈ പറഞ്ഞ അതേ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, അത് അത്ഭുതമാക്കി മാറ്റും. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് മേൽ പ്രാർത്ഥിക്കുന്നില്ല, അത് ഡിക്ലെയർ ചെയ്യുന്നു. അത്ഭുതം നടന്നതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് പറയില്ല, കാര്യം നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ നന്ദി പറഞ്ഞ് സ്വത്രത്തോടെ ദൈവസ്ഥ അറിയിച്ചാൽ മതി. അതിൻ്റെ റിസൾട്ടുകളെ കർത്താവ് കാണിക്കും കേട്ടോ. ഈ സമയത്ത് സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഒരു കാര്യം പറയാനായിട്ട് മാർക്ക് എന്റെ വിവാഹം നടക്കണല്ലോ, അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടെന്ന് വചനം പറഞ്ഞു തരുമോ? ഇസ്രായേൽ സങ്കീർത്തനം ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യമുണ്ട്, അവൻ തക്ക തുണയെ കൊടുത്തതൊരു വാക്യമുണ്ട്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, കർത്താവ് വഴി തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആ വാക്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ സമയത്ത് സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു സിസ്റ്ററെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. പറഞ്ഞു ബ്രദറെ, ഇന്നേ ഒരു അത്ഭുതം എന്ന് പറയാൻ എനിക്ക് അങ്ങനെയാണോന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നു, ഒരു രാവിലെ തൊട്ട് ഒരു ഒരു മണി 2 മണിയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കാറ്റങ്ങ് എല്ലാ മരങ്ങളും എല്ലാം ഇട്ട് അങ്ങോട്ട് അടിപ്പറിച്ചിട്ടുള്ള ഒരു ഭയങ്കര കാറ്റ്. തിണ്ണയിലിരിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തോ മനസ്സിൽ അസ്വസ്ഥത തോന്നി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് നമ്മുടെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, അങ്ങനെ ആ വചനമില്ലേ, അത് ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് 2 കൈ ഉയർത്തിപ്പിടിച്ചു. അന്നേരം എനിക്ക് എന്തോ ഒരു ശക്തി, ഒരു ഉറപ്പും പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ശാന്തമാകുക, അടങ്ങുക കാറ്റ്, അടങ്ങുക എന്ന് പറഞ്ഞു കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ ബ്രദറെ, ആ കാറ്റ് ഏത് വഴി പോയെന്ന് കാണാനില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ന് പറയുന്ന വാക്കുകളെ കർത്താവ് അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ, ചെറിയ കാര്യമല്ല, നമ്മുടെ മുമ്പിലുള്ള ഭാരത്തെ നോക്കിക്കൊണ്ട് നമ്മൾ യേശു പറഞ്ഞതുപോലെ തന്നെ കാറ്റിനെയും കടലിനെയും ശാസിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റർ അത് ചെയ്തു. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഏത് പ്രതികൂലമാണെങ്കിലും, അത് പ്രകൃതിയാണെങ്കിൽ പോലും ആ വചനം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അത് അടങ്ങും. നമുക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിൽ അത് സാക്ഷ്യമായിട്ട് മാറും സിസ്റ്ററെ. അപ്പോൾ ഇതേ വചനം ഇനി പ്രതികൂലങ്ങളുടെ മേലെല്ലാം ഉപയോഗിച്ചോണം. അതേപോലെ തന്നെ ഒത്തിരി സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ വേഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാവേ. ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു സിസ്റ്റർ, ധൈര്യമായിട്ട് പറഞ്ഞു. 1.5 ആഴ്ചകളായി ഞാൻ ഒരു ദിവസം അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായ ഒരു ദൈവസാന്നിധ്യം വല്ലാത്തൊരു അളവിലിറങ്ങി. ഞാനിപ്പം ഭാരപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു എൻ്റെ മോനെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വേ. പക്ഷെ ഞാൻ ഈ അന്യഭാഷയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലൂടെ, എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വചനം, ഇങ്ങനെ മലയാളം വരിക, അവൻ്റെ മേലുള്ള ബന്ധനം അഴിയുന്നു, അവനെ കെട്ടിയിരുന്ന കെട്ടുകൾ അഴിയുന്നു, അവൻ ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നു, ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലൂടെ അതിങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്ത്. അവന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പഴയതുപോലെയല്ല, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അത് കേൾക്കാനും ഒക്കെ ദൈവം അവനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുള്ള ഒരു വചനം ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്ത്.
അതൊരു സാക്ഷ്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ 2 സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. കാര്യം ഒന്ന്, സിസ്റ്റർ മകനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അന്യഭാഷയിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ മലയാളത്തിൽ ഇങ്ങനെ ആ കൂട്ടത്തിൽ പ്രഖ്യാപിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം മകൻ്റെ മേൽ വലിയ മാറ്റം കർത്താവ് ഇന്ന് കൊടുത്തു. അത് തീർച്ചയായിട്ടും ഇന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അരമണിക്കൂർ മുമ്പ് അന്യഭാഷാ പ്രാർത്ഥന ആരംഭിക്കുന്ന സിസ്റ്റർക്ക് ഒരു അനുഭവം ഉണ്ടായി. ശരീരത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുക്കുന്ന ഒരു അനുഭവം ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുന്ന തലങ്ങളാണത്. അപ്പോൾ ഇനിയും കർത്താവ് അത് തൊട്ടുകൊണ്ടിരിക്കും. ഇനിയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാണ്ട് ചുരുക്കം വാക്കുകൾ വേഗത്തിൽ സാക്ഷ്യമുള്ളവർ. ബ്രദറെ എന്റെ മോളാ കെസിയ ഇന്ന് രാവിലെ ഇന്നിപ്പം പറഞ്ഞതേ എന്റെ മോളാ കെസിയ, ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്തോ ബ്രദറെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, തലമുറ ഉണ്ടാകാനായിട്ട് ഒരു വാക്യം. തീർച്ചയായിട്ടും ബ്രദറെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം യഹോവ തരുന്ന അവകാശമാണ്. യിരെമ്യാ പ്രവചന പുസ്തകത്തിലെ ആ വാക്യങ്ങളെല്ലാം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും. യിരെമ്യാവിൻ്റെ പുസ്തകമുണ്ട്, ആ വാക്യം എടുത്ത് പ്രാർത്ഥിക്കണം. ഈ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് 127:3 ആ വാക്യങ്ങൾ 127 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ്. ആ വാക്യങ്ങൾ എടുത്തെടുത്ത് പ്രാർത്ഥിച്ചോണം. യെശയ്യാവ് 61:9 അതൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചോണം. അതൊക്കെ തലമുറകൾക്ക് വേണ്ടിയുള്ള വചനമാണ്. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞോ. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ബ്രദർ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞിരുന്നു. അതായത് എന്റെ ഭവനത്തിന്റെ വലത്തെ വശത്തെ ഒരു ആലിസിന്റെ ഭവനം, അതായത് 2 ആൺപിള്ളേരുള്ള ഭവനത്തെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് വിചാരിച്ചു, ഞാൻ അത് ഞാൻ എന്റേതാണല്ലോ, എന്റെ ഭവനത്തിന് മുമ്പിലാ, ഞങ്ങളുടെ ബന്ധപ്പെട്ട വീടുവാ, അത് ഞാൻ ചിന്തിച്ചു എന്നോടാണല്ലോ എന്നുള്ള. പക്ഷെ പിന്നെ ബ്രദർ പറഞ്ഞു ഇടത്തെ വശത്ത് പിന്നെ ജോർജിന്റെ ഭവനം, വലത്തെ വശത്ത് ആലിസിന്റെ ഭവനം. അപ്പം ജോർജിന്റെ ഭവനം എന്ന് പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് എന്നോടല്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്റെ ഭവനത്തിൽ എന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞു ജോർജ് എന്ന് പറയുന്നത് കുഞ്ഞപ്പി ചായന ഈ പറയുന്നേന്ന്, ഒഫീഷ്യൽ നെയിം ജോർജ് എന്നാ. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കുന്നു, ആ ഭവനത്തെയും ദൈവം തൊടുന്നു എന്ന് ബ്രദർ പറഞ്ഞിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും. അപ്പോൾ കർത്താവ് എത്രത്തോളം അറിയുന്നു. അപ്പോൾ സിസ്റ്റർക്ക് പോലും അത് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അത് എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ കാര്യങ്ങളെയും ആ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ ഭവനങ്ങൾ നിമിത്തം നിങ്ങൾക്ക് അനുഗ്രഹവും നിങ്ങൾ ആ ഭവനത്തിനൊരു അനുഗ്രഹമാണ്. ആലോചന മുറുക്കെ പിടിച്ചോണം. കർത്താവ് അതെല്ലാം കാണുന്നുണ്ട്. വലിയ സാക്ഷ്യമാക്കി കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നമുക്ക് തുടർമാനമായിട്ട് പിന്നെയും സാക്ഷ്യങ്ങൾ പിന്നെയും കേൾക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ കാര്യം നിങ്ങൾ എല്ലാ ദിവസവും അത് ഓർത്ത് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടിയുള്ള അന്യഭാഷാ പ്രാർത്ഥനയാണ് നടക്കുന്നെങ്കിൽ പോലും അന്യഭാഷയുടെ ഒത്തിരി റിസൾട്ടുകളെ ഈ ദിവസങ്ങളിൽ കാണുവാൻ കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ 9 മണി മുതൽ അത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ എങ്കിലും അതിൽ നിങ്ങൾ താല്പര്യമുള്ളവർ നേരത്തെ ഏറുക. ഇനിയിപ്പം അതിൽ ചില വ്യത്യാസങ്ങൾ വന്നാൽ, ടൈമിൽ കുറച്ച് വ്യത്യാസം വന്നാലും അതെല്ലാം ഗ്രൂപ്പിൽ മെസ്സേജായിട്ട് വരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിയാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ